dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss two topics from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. The topics discussed are: number 1, what is Companies Act 2013? And the second topic is the meaning and definition of company. Let us discuss what is Companies Act 2013. Companies Act 2013 is an act of the Parliament of India which regulates incorporation of a company, responsibilities of a company, directors and dissolution of a company. The 2013 Act is divided into 29 chapters containing 470 sections as against 658 sections in the Companies Act 1956 and has 7 schedules. The Companies Act 2013 has got the assent of the President of India on 29th August 2013, which replaced the Companies Act 1956. ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി എന്നാണ്. അപ്പോൾ ഒരു കമ്പനി എങ്ങനെ ഫോം ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം, ഇനി അത്തരത്തിൽ ഫോം ചെയ്യുന്ന കമ്പനിക്ക് എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് അഥവാ ഉത്തരവാദിത്തങ്ങളുണ്ട്, കമ്പനീസിൻ്റെ ഡയറക്ടേഴ്സായി ആരൊക്കെ നിയമിക്കപ്പെടാം അല്ലെങ്കിൽ ആരെയൊക്കെ ഡയറക്ടേഴ്സായിട്ട് നിയമിക്കാം, ആ ഡയറക്ടേഴ്സിന് വേണ്ടുന്നുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് അഥവാ യോഗ്യതകൾ എന്തൊക്കെയാണ്, ആ ഡയറക്ടേഴ്സിന് ഉണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായിരിക്കുന്ന ബാധ്യതകൾ എന്തൊക്കെയാണ്, ഒരു കമ്പനി എങ്ങനെ ഡിസോൾവ് ചെയ്യാം അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം എന്നിങ്ങനെ ഒരു കമ്പനിയെ സംബന്ധിച്ച അനേകം നിയമങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസാക്കിയ ഒരു നിയമമാണ് കമ്പനികാര്യ നിയമം 2013 എന്ന് പറയുന്നത്. ഈ കമ്പനികാര്യ നിയമം 2013 29 ചാപ്റ്ററുകളായി വിഭജിച്ചിരിക്കുന്നു. ഇതിൽ 7 ഷെഡ്യൂളുകളിലായി 470 സെക്ഷൻസ് ഉണ്ട്. കമ്പനികാര്യ നിയമം 1956 658 സെക്ഷനുകൾ ഉണ്ടായിരുന്നെങ്കിൽ കമ്പനികാര്യ നിയമം 2013 470 സെക്ഷനുകൾ മാത്രമേ ഉള്ളൂ. ഈ കമ്പനികാര്യ നിയമം 2013 ഓഗസ്റ്റ് 29-ാം തീയതി 2013 ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത്. അതോടെ കമ്പനികാര്യ നിയമം 1956 അപ്രസക്തമായി. അതിന് പകരമായി കമ്പനികാര്യ നിയമം 2013 ഇന്ത്യയിൽ നിലവിൽ വന്നു. തുടർന്നങ്ങോട്ട് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്ന എല്ലാ കമ്പനികളും കമ്പനികാര്യ നിയമം 2013 അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. Now let us understand the meaning of company. The word company is derived from the Latin words com and panis and originally referred to an association of persons who took their meals together, where the Latin word com means with or together and the Latin word panis means bread. With or together, കൂടെ ഒരുമിച്ച് എന്നർത്ഥം വരുന്ന കോം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും ബ്രെഡ് അഥവാ ഭക്ഷണം എന്നർത്ഥം വരുന്ന പനീസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് കമ്പനി എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളുടെ കൂട്ടായ്മ, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹു ടുക്ക് ദെയർ മീൽസ് ടുഗദർ, ഈ ഒരു ആശയത്തിൽ നിന്നാണ് ലാറ്റിനിൽ കമ്പനി എന്ന് പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ കമ്പനി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. A company means a voluntary association of persons formed to achieve some common objectives, having a separate legal entity independent and separate from its members, with a perpetual succession and a common seal
and with capital divisible into transferable share. കമ്പനി എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ഒരു കൂട്ടം വ്യക്തികൾ സ്വമേധയാ രൂപീകരിക്കുന്ന ഒരു സംരംഭമാണ് കമ്പനി എന്ന് പറയുന്നത്. ഇതിന് അംഗങ്ങളിൽ നിന്ന് സ്വതന്ത്രവും പ്രത്യേകവുമായിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി അഥവാ നിയമപരമായ അസ്തിത്വവും ഉണ്ടായിരിക്കും. കൂടാതെ കമ്പനിക്ക് പെർപ്പച്വൽ സസഷൻ ഉണ്ടായിരിക്കും. പെർപ്പച്വൽ സസഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഫോർ എവർ, അതാണ് പെർപ്പച്വൽ സസഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്രേസിൻ്റെ അർത്ഥം. എന്നേക്കുമായിട്ടുള്ള നിലനിൽപ്പുണ്ടായിരിക്കും. വ്യക്തികൾക്ക് ഒപ്പ് അഥവാ സിഗ്നേച്ചർ ഉള്ളതുപോലെ ഈ കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. മാത്രമല്ല ഇതിൻ്റെ മൂലധനം അഥവാ ക്യാപിറ്റൽ കൈമാറ്റം ചെയ്യാവുന്ന ഓഹരികളായി വിഭജിച്ച് ഇരിക്കുകയാണ്. അതാണ് ക്യാപിറ്റൽ ഡിവിസിബിൾ ഇൻറ്റു ട്രാൻസ്ഫറബിൾ ഷെയർസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. We have understood the meaning of a company. Now let us discuss something more about company. Company is a corporate body and a legal person having status and personality distinct and separate from that of the members constituting it. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അത് രൂപീകരിച്ച അംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തവും പ്രത്യേകമായിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസും പേഴ്സണാലിറ്റിയും പദവിയും വ്യക്തിത്വമുള്ള ഒരു ലീഗൽ പേഴ്സൺ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോഡിയാണ് കമ്പനി എന്ന് പറയേണ്ടി വരും. ഈ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം സംഘടിതമായ അല്ലെങ്കിൽ ഏകോപിച്ച എന്നാണ് അർത്ഥം. അപ്പോൾ കോർപ്പറേറ്റ് ബോഡി എന്ന് പറയുമ്പോൾ സംഘടിതമായ ഒരു സംവിധാനമാണ് കമ്പനി. അതേപോലെ തന്നെ ഒരു ലീഗൽ പേഴ്സൺ കൂടിയാണ് കമ്പനി. ലീഗൽ പേഴ്സൺ എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ മനുഷ്യരെ പോലെ തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ വിലയുള്ള ഒരു നിയമപരമായ വ്യക്തി കൂടിയാണ് കമ്പനി. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അതിൻ്റെ അംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തവും പ്രത്യേകമായിട്ടുള്ള സ്റ്റാറ്റസും പേഴ്സണാലിറ്റിയും ഒക്കെ ഉള്ള ഒരു കോർപ്പറേറ്റ് ബോഡിയാണ് അല്ലെങ്കിൽ ഒരു ലീഗൽ പേഴ്സണാണ് കമ്പനി. Now let us see why a company is called body corporate. എന്തുകൊണ്ടാണ് ഒരു കമ്പനിയെ ബോഡി കോർപ്പറേറ്റ് എന്ന് വിളിക്കുന്നത്? ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ സംഘടിതമായ ഒരു സംവിധാനം എന്ന് കമ്പനിയെ വിളിക്കുന്നത് എന്തുകൊണ്ട്? Company is called a body corporate because the persons composing it are made into one body by incorporating it according to the law and clothing it with legal personality, and so turn it into a corporation. ഒരു കമ്പനിയിലുള്ള അംഗങ്ങളെല്ലാം ചേർത്ത് ഒരുമിച്ച് കൊണ്ടുവന്നാണ് ഈ സംവിധാനം അല്ലെങ്കിൽ ഈ കമ്പനി രൂപീകരിക്കുന്നത്, അതും നിയമത്തിലൂടെ. മാത്രമല്ല ഇങ്ങനെ രൂപീകരിക്കപ്പെടുന്ന ഈ ഏകീകൃത സംവിധാനത്തിന് അല്ലെങ്കിൽ വൺ ബോഡി, ഒരു ശരീരമായി അല്ലെങ്കിൽ ഒരു സംവിധാനമായി രൂപീകരിക്കപ്പെടുന്ന ഈ കമ്പനിക്ക് ലീഗൽ പേഴ്സണാലിറ്റി കൂടിയുണ്ട്, നിയമപരമായിട്ടുള്ളൊരു വ്യക്തിത്വം കൂടിയുണ്ട്. അപ്പോൾ ഒരു കമ്പനിയിൽ അത് രൂപീകരിക്കുമ്പോൾ എത്ര അംഗങ്ങളുണ്ടോ അവരെല്ലാവരും കൂടി ചേർന്ന് ഒന്നായിത്തീരുന്നു, കമ്പനി എന്ന പേരിൽ ഒന്നായിത്തീരുന്നു. അതുകൊണ്ടാണ് ഈ കമ്പനിയെ നമ്മൾ ബോഡി കോർപ്പറേറ്റ് അഥവാ കോർപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ബോഡി കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ സംഘടിതമായ ഒരു ഏക സംവിധാനം, അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് വെച്ചാൽ ഏകീകൃതമായ ഒരു സംവിധാനം. ഇതാണ് കമ്പനിയെ നമ്മൾ ബോഡി കോർപ്പറേറ്റ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം. Now let us see why company is called as an artificial person. Corporation is a legal person created by the process other than natural birth. It is for this reason that a company is called as an artificial person. നമ്മൾ മനുഷ്യരും ജീവജാലങ്ങളുമൊക്കെ സ്വാഭാവികമായ ഒരു ജനന പ്രക്രിയയിലൂടെയാണ് രൂപം കൊള്ളുന്നത്. എന്നാൽ ഇവിടെ കോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനി എന്ന് പറയുന്നത് നിയമത്തിലൂടെ രൂപം കൊണ്ട അല്ലെങ്കിൽ ജനിച്ച ഒരു വ്യക്തിയാണ്.
ഈ ഒരു കാരണം കൊണ്ടാണ് ഒരു കമ്പനിയെ നമ്മൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺ അഥവാ കൃത്രിമമായ വ്യക്തി എന്ന് വിളിക്കുന്നത്. Let us discuss some more points regarding company. A company comes into existence only when it is registered under the Act. നിലവിലുള്ള കമ്പനികാര്യ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമേ ഒരു കമ്പനി നിലവിൽ വരുന്നുള്ളൂ. കമ്പനികാര്യ നിയമം ഇപ്പോൾ നമ്മൾ 2013 ശേഷം കമ്പനികാര്യ നിയമം 2013 അനുസരിച്ചാണ് കമ്പനികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. 2013 മുമ്പ് കമ്പനികാര്യ നിയമം 1956 പ്രകാരമാണ് കമ്പനികൾ രൂപീകൃതമായിരുന്നത്. രണ്ടാമത്തെ പോയിന്റ്, when it is registered, it gets a legal personality of its own, separate and distinct from its members. എപ്പോഴാണ് ഒരു കമ്പനി രജിസ്റ്റേർഡ് ആകുന്നത്, അപ്പോൾ മുതൽ അതിലെ അംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തവും പ്രത്യേകവുമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു വ്യക്തിത്വം, ലീഗൽ പേഴ്സണാലിറ്റി സ്വന്തമായി കമ്പനിക്ക് ലഭിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, an unregistered company has no such separate legal existence. രജിസ്റ്റർ ചെയ്യപ്പെടാത്തൊരു കമ്പനിക്ക് മേൽ പറഞ്ഞത് പ്രകാരം ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്, പ്രത്യേകമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു അസ്തിത്വം അല്ലെങ്കിൽ നിലനിൽപ്പ് ഒരു അൺരജിസ്റ്റേർഡ് കമ്പനിക്ക് ഉണ്ടാവുകയില്ല. നാലാമത്തെ പോയിന്റ്, എ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ലോ എലോൺ ക്യാൻ ഡിസോൾവ് ഇറ്റ്. ഒരു കമ്പനിയെ രൂപീകരിക്കുന്നത് നിയമമാണ്. അതേ നിയമത്തിന് മാത്രമേ ആ കമ്പനിയെ അവസാനിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. Let us see the definition of a company. The term company may be defined as a group of persons associated together to achieve some common objective. In legal sense, a company means an association of persons incorporated under the existing law of a country. പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ചേർന്ന വ്യക്തികളുടെ ഒരു കൂട്ടായ്മയെന്ന് കമ്പനിയെ നമുക്ക് നിർവചിക്കാം. നിയമത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തെ നിലവിലെ നിയമമനുസരിച്ച് ഒരുമിച്ച് ചേർന്ന വ്യക്തികളുടെ കൂട്ടായ്മയെ കമ്പനി എന്ന് വിളിക്കാം. ഒരു രാജ്യത്തെ നിയമം അനുസരിച്ച് ഇൻകോർപ്പറേറ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് എന്നാണ്. ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഫോർമേഷൻ ആൻഡ് രജിസ്ട്രേഷൻ. അങ്ങനെ ഒരു രാജ്യത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഇൻകോർപ്പറേറ്റഡ് ആയ വ്യക്തികളുടെ കൂട്ടായ്മയെ നമുക്ക് കമ്പനി എന്ന് പറയാം. Let us see some definitions of company. The first one is, according to section 2 subsection 20 of Companies Act 2013, a company is defined as a company incorporated under this act or under any previous company law. Companies Act 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 20 അനുസരിച്ച് ഒരു കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്: എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് എന്ന് വെച്ചാൽ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന എന്ന് വെച്ചാൽ ഫോം ചെയ്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയെയും അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് 1956 അനുസരിച്ച് ഫോം ചെയ്ത രജിസ്റ്റർ ചെയ്ത കമ്പനി, ഇത്തരത്തിൽ ഉള്ള കമ്പനികളെയാണ് കമ്പനി എന്ന് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 20 നിർവചിച്ചിരിക്കുന്നത്. Let us see another definition of company. According to Professor Kane, a company is an artificial person created by law, having separate legal entity with a perpetual succession and a common seal. പ്രൊഫസർ കാനയുടെ അഭിപ്രായത്തിൽ നിയമം മൂലം രൂപീകരിക്കപ്പെട്ട കൃത്രിമമായ ഒരു വ്യക്തിയാണ് കമ്പനി. ഈ കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്,
പ്രത്യേകമായ നിയമപരമായ അസ്തിത്വമുണ്ട്. കൂടാതെ പെർപ്പച്വൽ സസഷൻ ഉണ്ട്. പെർപ്പച്വൽ സസഷൻ മീൻസ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഓർ എക്സിസ്റ്റൻസ് ഫോർ എവർ, എന്നേക്കുമായിട്ടുള്ള നിലനിൽപ്പ് ഉണ്ട്. മാത്രമല്ല വ്യക്തികളായ നമുക്ക് സിഗ്നേച്ചർ ഉണ്ട്. അതുപോലെ കമ്പനിക്ക് കമ്പനിയുടേതായ സിഗ്നേച്ചർ ഉണ്ട്. അതാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആണ് ഒരു കമ്പനിയെ പ്രൊഫസർ കാനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. നമ്പർ 1, what do you mean by a company? Number 2, why company is called a body corporate or corporation? And number 3, define a company. I hope all of you have understood the meaning and definition of a company through this lecture. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.